നമ്മൾ യൂട്യൂബിൽ എത്ര കഷ്ടപ്പെട്ട് വീഡിയോസുകൾ ചെയ്താലും നമ്മുടെ വീഡിയോസുകൾ സെർച്ചിലേക്ക് വരണമെന്നില്ല. യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സെർച്ച് എഞ്ചിനാണ്. നമ്മുടെ വീഡിയോസുകളിൽ ചില ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസുകൾ യൂട്യൂബ് റാങ്കിങ്ങിലേക്ക് വരത്തുള്ളൂ. മീഡിയ ടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ യൂട്യൂബ് വീഡിയോ റാങ്കിങ്ങിലേക്ക് വരുവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഉറപ്പായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും. നിങ്ങളുടെ യൂട്യൂബ് വീഡിയോസുകൾ സെർച്ചിലേക്ക് വരുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളുടെ വീഡിയോസുകൾ സെർച്ചിലേക്ക് വരാത്തത്, ഇതെങ്ങനെ പരിഹരിക്കാമെന്ന് ഇന്നത്തെ വീഡിയോ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. നമ്മളൊരു ഗെയിം നടത്തുകയായിരുന്നു. ആ ഒരു ഗെയിമിൻ്റെ വിന്നേഴ്സിനെ നമ്മൾ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോയുടെ ഇടയ്ക്ക് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇന്നും ആ ഒരു ഗെയിം കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. എന്താണ് നമ്മുടെ ചാനൽ നടത്തുന്ന ഗെയിം എന്ന് അറിയത്തില്ലെങ്കിൽ മേൽ ലൈക്ക് കാർഡിൽ ഞാൻ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് ആ ഒരു വീഡിയോ കയറി കണ്ടതിന് ശേഷം താല്പര്യമുണ്ടെങ്കിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. പലരും പറയുന്ന ഒരു കാര്യം ഇതാണ്, യൂട്യൂബിൽ SEO ചെയ്തില്ലെങ്കിൽ പോലും പല വീഡിയോസുകൾ സെർച്ചിലേക്ക് വരുന്നുണ്ട്, അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ലെന്ന്. അപ്പം ഈ ഒരു ഫാക്ടേഴ്സൊക്കെ അവരുടെ വീഡിയോസിൽ ഉള്ളത് കൊണ്ടാണ് അവർ യൂട്യൂബിൽ മറ്റു തരത്തിലുള്ള SEO ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും അവരുടെ വീഡിയോസുകൾ സെർച്ചിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്ന ഈ ഫാക്ടേഴ്സൊക്കെ നമ്മുടെ വീഡിയോസിൽ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോസുകൾ നമുക്ക് സെർച്ചിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതും ഒരു SEOയുടെ ഭാഗം തന്നെയാണ്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ വീഡിയോ സെർച്ചിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോയിൽ വരുന്ന വ്യൂ തന്നെയാണ്. മിനിമം ഒരാൾ 30 സെക്കൻഡ് നമ്മുടെ വീഡിയോ ഇരുന്ന് കണ്ടാൽ മാത്രമേ ആ ഒരു വ്യൂ നമ്മുടെ വീഡിയോയിലേക്ക് കൗണ്ട് ചെയ്യത്തുള്ളൂ. 30 സെക്കൻഡിന് ശേഷം അയാൾ ആ ഒരു വീഡിയോ കട്ട് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വീഡിയോയിലേക്ക് ആ ഒരു വ്യൂ വരുന്നതായിരിക്കും. പിന്നീട് അയാൾ വീണ്ടും ആ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം മുതൽ കാണുകയാണെങ്കിൽ അടുത്തൊരു വ്യൂ ആയിട്ടായിരിക്കും കൗണ്ട് ചെയ്യുന്നത്. ഒരേ അക്കൗണ്ടിൽ നിന്ന് ഒരു ദിവസം തന്നെ ഒരു വീഡിയോ മൾട്ടിപ്പിൾ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് സ്പാം ആകാനുള്ള ചാൻസ് ഉണ്ട്. സ്പാം ആകാൻ ചാൻസ് ഉണ്ടെന്നല്ല, ഉറപ്പായിട്ട് സ്പാം ആകുന്നതായിരിക്കും. യൂട്യൂബ് വരുമാനം ഉണ്ടാക്കുന്നത് ഇതുപോലുള്ള വ്യൂയിലൂടെയാണ്. വ്യൂ വിറ്റിട്ടാണ് അവരും പൈസ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഫേക്ക് ആയിട്ടുള്ള വ്യൂസ് അവർ പേ ചെയ്യത്തില്ല. ഉറപ്പായിട്ടും ജെന്യുവിൻ ആയിട്ടുള്ള വ്യൂസിന് മാത്രമേ അവർ പേ ചെയ്യത്തുള്ളൂ. ഇത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ വരുന്ന വ്യൂസിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ വീഡിയോ സെർച്ചിലേക്ക് പോകുന്നത്. രണ്ടാമതായിട്ട് നമ്മുടെ വീഡിയോ സെർച്ചിലേക്ക് കൊണ്ടുവരുന്ന മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സാണ്. നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ടന്റ് കണ്ട് നമ്മളെ ഫോളോ ചെയ്യുന്ന ജെന്യുവിൻ ആയിട്ടുള്ളവരായിരിക്കും. മറ്റ് സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ വീഡിയോസിൽ അല്ലെങ്കിൽ നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിന് അത് മനസ്സിലാകും. ഉറപ്പായിട്ടും യൂട്യൂബ് അത് സ്പാം സബ്സ്ക്രൈബേഴ്സ് ആക്കി മാറ്റുകയും ചെയ്യും. യൂട്യൂബിൻ്റെ ആൽഗോരിതം എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ അതുപോലുള്ള സ്പാം ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഫേക്ക് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ ചാനൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ സബ്സ്ക്രൈബേഴ്സിനെ യൂട്യൂബ് അത് സ്പാം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അത് നോട്ടിഫിക്കേഷൻ ചെല്ലുകയും അവർ നമ്മുടെ വീഡിയോസുകൾ ഇരുന്ന് കാണാനുള്ള ചാൻസും ഉണ്ട്. നമ്മുടെ ചാനലിലെ വീഡിയോസുകളിൽ വലിയ രീതിയിലുള്ള വ്യൂസ് വരുന്നില്ല. നമ്മുടെ ചാനൽ വലിയ കൗണ്ട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, പക്ഷേ ചെറിയ രീതിയിലുള്ള വ്യൂസേ വരുന്നുള്ളൂ. ഒരു സബ്സ്ക്രൈബേഴ്സ് കൗണ്ടിൻ്റെ ഒരു 10% പോലും നമ്മുടെ വീഡിയോസുകൾ ആൾക്കാർ കാണുന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ വീഡിയോസുകൾ സെർച്ചിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതല്ല, നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ടിൻ്റെ അത്യാവശ്യം ഒരു 50% ആൾക്കാരും കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ വീഡിയോസ് സെർച്ചിലേക്ക് വരുന്നതായിരിക്കും. ഇത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ചാനലിൽ വലിയ കൗണ്ട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ട് കാര്യമില്ല. ഈ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വീഡിയോസുകളിലൂടെ കണ്ടാൽ മാത്രമേ അതിനുള്ള ഒരു ഗുണം നമുക്ക് കിട്ടും. ഇനി മൂന്നാമതായിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോയുടെ ഓഡിയൻസ് റിട്ടൻഷനാണ്. ഈ ഒരു ഓഡിയൻസ് റിട്ടൻഷൻ എന്ന് പറയുമ്പോൾ എത്ര പേര് നമ്മുടെ വീഡിയോയുടെ അവസാനം വരെ ഇരുന്ന് കണ്ടു, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡ്രോപ്പ് ഔട്ടായി പോയ സ്ഥലം, ഇതെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ ഒരു ഓഡിയൻസ് റിട്ടൻഷനിലൂടെ. അപ്പോൾ ഈ ഒരു ഓഡിയൻസ് റിട്ടൻഷൻ നല്ല രീതിയിൽ നമ്മുടെ വീഡിയോസിൽ വരികയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ വീഡിയോസ് കൂടുതലായിട്ട് റീച്ച് എത്താനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓഡിയൻസ് റിട്ടൻഷനും വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വിന്നേഴ്സിനെ, കഴിഞ്ഞ വീഡിയോയുടെ വിന്നേഴ്സിനെ നമ്മളൊരു ചോദ്യം ഇട്ടിരുന്നു നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ. ഇതിന് ശരി ഉത്തരം മെയിലായിട്ട് അയച്ച 2 വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആ ഒരു വിന്നേഴ്സിനെ കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക്. അപ്പോൾ ഈ ഒരു 2 ചാനലും വിസിറ്റ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കയറി വിസിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇവരുടെ കണ്ടന്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഇതുപോലുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ഇനിയും അടുത്തതായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോസുകളെ സെർച്ചിലേക്ക് കൊണ്ടുവന്ന മറ്റൊരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ എൻഗേജ്മെന്റ് ആണ്. ഈ ഒരു ഓഡിയൻസ് റിട്ടൻഷനും എൻഗേജ്മെന്റും ഒരു കാര്യമാണെന്നുള്ളൊരു ചിന്ത പലർക്കും ഉണ്ട്. ഇത് തികച്ചും തെറ്റാണ്. ഈ ഒരു ഓഡിയൻസ് റിട്ടൻഷനും അതുപോലെ തന്നെ എൻഗേജ്മെന്റും എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്.
എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയിൽ എത്ര പേര് ലൈക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ കമൻറ്റ് ബോക്സിൽ എത്ര പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂസ് വരുന്നതിനനുസരിച്ച് നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് വരുന്നുണ്ടോ, കമൻറ്റ്സ് വരുന്നുണ്ടോ, ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോയുടെ എൻഗേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു എൻഗേജ്മെൻറ്റ് അണ്ടറിൽ വരുന്നതാണ് നമ്മുടെ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം എത്ര ആൾക്കാർ ആ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്നുള്ളതും എല്ലാം തന്നെ ഈ ഒരു എൻഗേജ്മെൻറ്റ് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു എൻഗേജ്മെൻറ്റ് ഞാൻ പലപ്പോഴും പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമുക്ക് കമൻറ്റ് വരുന്നതിന് നമ്മൾ റിപ്ലൈ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ കമൻറ്റ് വരുമ്പോൾ റിപ്ലൈ വരുമ്പോൾ വീണ്ടും അവർ വീണ്ടും കമൻറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ നല്ല രീതിയിലുള്ള കമൻറ്റ് വരുമ്പോൾ വീഡിയോ എൻഗേജ്ഡ് ആകാനും അതിനുശേഷം ആ ഒരു വീഡിയോ സെർച്ചിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് നല്ല രീതിയിലുള്ള എൻഗേജ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ റാങ്ക് ലിസ്റ്റിലേക്ക് വരുന്നതായിരിക്കും. ഇനി അഞ്ചാമതായിട്ട് നമ്മുടെ യൂട്യൂബ് വീഡിയോ സെർച്ചിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റിയാണ്. കണ്ടന്റ് ക്വാളിറ്റി അല്ല, വീഡിയോ ക്വാളിറ്റിയാണ്. നമ്മുടെ ക്യാമറ ക്വാളിറ്റിയുടെ കാര്യമാണ് പറയുന്നത്. നമ്മളൊക്കെ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് ഏകദേശം ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിലാണ്. ഈ ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിലും കൂടുതലായിട്ടും ഒരു HD ക്വാളിറ്റിയിൽ ഒരാൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ റീച്ച് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ എൻ്റെ ഈ ഒരു സെയിം കണ്ടന്റ് തന്നെ HD ക്വാളിറ്റിയിൽ ഒരാൾ ഇട്ട് കഴിഞ്ഞാൽ അയാൾക്ക് കൂടുതൽ ഇംപ്രഷൻ യൂട്യൂബ് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല, യൂട്യൂബിൻ്റെ എക്സ്പേർട്സ് അത് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്താലും അല്ലെങ്കിൽ നിങ്ങൾ അതുപോലെ തന്നെ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്താലും ഈ ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. നിങ്ങളുടെ വീഡിയോ ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ വീഡിയോയിൽ തരാൻ പോകുന്ന ഇംപ്രഷൻസ് യൂട്യൂബ് കൂട്ടും. കാരണം യൂട്യൂബിൻ്റെ ആൽഗോരിതത്തിനും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് വീഡിയോ ക്വാളിറ്റിയുടെ കാര്യം. അതുപോലെ തന്നെ വീഡിയോ ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് ആൾക്കാർക്കും ആ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി ആറാമതായിട്ട് നമ്മുടെ യൂട്യൂബ് വീഡിയോ സെർച്ചിലേക്ക് വരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെലവൻസ് ആണ്. നമ്മുടെ വീഡിയോയുടെ കണ്ടന്റിൽ എത്രത്തോളം റെലവൻ്റ് ഉണ്ടെന്ന് നോക്കിയതിന് ശേഷമായിരിക്കും യൂട്യൂബ് അത് സെർച്ചിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള പല ടോപ്പിക്കുകളും അറിയാം. അപ്പോൾ ഈ ഒരു റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ വെച്ചിട്ട് വീഡിയോസുകൾ ചെയ്യുമ്പോൾ കൂടുതലായിട്ടും അത് സെർച്ചിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോസുകൾ ചെയ്യുമ്പോൾ റെലവൻസ് ഉള്ള കണ്ടന്റുകൾ എടുത്തിട്ട് വീഡിയോസുകൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഇനി ഏഴാമതായിട്ട് നമ്മുടെ ചാനൽ ഓതോറിറ്റിയാണ് നമ്മുടെ ചാനലിൻ്റെ വീഡിയോസുകളെ സെർച്ചിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാര്യം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി കഴിയുമ്പോൾ നമുക്കൊരു ബാഡ്ജ് കിട്ടി യൂട്യൂബിൽ നിന്ന്. ഈ ഒരു ബാഡ്ജ് കിട്ടിക്കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ ഒഫീഷ്യൽ സോഴ്സ് ആയിട്ട് നമ്മുടെ ചാനൽ മാറാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതായത് യൂട്യൂബിൻ്റെ ബാഡ്ജ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെന്ന് പറഞ്ഞ് യൂട്യൂബിൻ്റെ ഒഫീഷ്യൽ സോഴ്സാണ്. നമ്മളിടുന്ന കണ്ടന്റുകളൊക്കെ ആൾക്കാർക്ക് ജെനുവിൻ ആയിട്ടുള്ളൊരു കണ്ടന്റ് ആണെന്ന് തോന്നുന്നു, യൂട്യൂബിന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സെയിം കണ്ടന്റ് തന്നെ നമ്മളെക്കാട്ടിലും കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാൾ ഇട്ടാൽ ചിലപ്പോൾ നമ്മൾ ആ ഒരു കണ്ടന്റ് ഇടുമ്പോൾ നമ്മുടെ കണ്ടന്റ് കൂടുതലായിട്ട് സെർച്ചിലേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതാണ് ചാനൽ ഓതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ യൂട്യൂബ് വീഡിയോ സെർച്ചിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന 7 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 7 കാര്യങ്ങൾ നമ്മുടെ വീഡിയോസിൽ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസുകൾ 100% ഉറപ്പായിട്ട് നമുക്ക് സെർച്ചിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് കൊണ്ടുവരുന്നതെന്ന് ഞാൻ പല വീഡിയോസുകളായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള വീഡിയോസുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോസുകളുമായിട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുകളുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ വീഡിയോയുടെ എൻഗേജ്മെൻറ്റോടൊന്ന് കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക. ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതുപോലുള്ള വീഡിയോസുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്. ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കയറി ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഈ ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ഒരു 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് മുതൽ 10 മിനിറ്റിനുള്ളിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഗെയിമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എന്തായാലും ആ ഒരു ക്വസ്റ്റ്യന് ആൻസറായിട്ട് മെയിലായിട്ട് അയയ്ക്കുക. ഉറപ്പായിട്ട് മെയിൽ ID താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുതിയൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ സൈനിങ് ഓഫ് സിജിൻ ദേവസ്യ.